ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒക്ടോബറിലുള്ള എക്സാം കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൂട്ടത്ത് നമ്മുടെ സെപ്റ്റംബറിൽ മാറ്റിവെച്ച എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണും. രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം കാറ്റഗറി നമ്പർ വരുന്നത് 319/2024 319/2024 കാറ്റഗറി നമ്പർ വരുന്നുണ്ട്. അത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റിലുള്ളതാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 9/10/2025 ഓക്കെ, 9/10/2025 ദെൻ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ നൽകാനായിട്ട് 11-ാം തീയതി വരെ സമയമുണ്ട്. അതായത് 11/8/2025 വരെ സമയമുണ്ട് നമുക്കതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട്. അതിൽ 11,890 ആപ്ലിക്കേഷനാണ് പോയിട്ടുള്ളത്. ഓക്കെ, 11,890 പേരാണ് ആ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത് വരുന്ന എക്സാമാണ് നമ്മുടെ മാറ്റിവെച്ച എക്സാമായ കേരള വാട്ടർ അതോറിറ്റി. അതോടൊപ്പം തന്നെ ഈ കാറ്റഗറി നമ്പർ വരുന്നത് 385/2024 അത് നമുക്ക് 23/9 വച്ചിരുന്ന എക്സാമാണ്. അതിപ്പോൾ മാറ്റിയിട്ട് 28/10/2025 അതായത് ഒക്ടോബർ 28-ാം തീയതിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഓക്കെ, 28 ഒക്ടോബറിനാണ് ആ എക്സാമിന് നടക്കുന്നത്. അവിടെയും നമുക്ക് കൺഫർമേഷൻ കൊടുക്കാത്തവർക്കായിട്ട് 11-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാൻ സമയമുണ്ട്. അതായത് 11/8/2025 വരെ കൺഫർമേഷൻ കൊടുക്കാൻ സമയമുണ്ട്. ഇവിടെ PSC മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ തസ്തികയ്ക്ക് വേണ്ടി ഇതിനകം കൺഫർമേഷൻ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വീണ്ടും കൺഫർമേഷൻ നൽകേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൺഫർമേഷൻ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും കൺഫർമേഷൻ കൊടുക്കേണ്ടതില്ല. നേരത്തെ കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ അവർക്ക് 11-ാം തീയതി വരെ സമയമുണ്ട്. 11/8/2025 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് ടൈമുണ്ട്. ആ ഒരു കാറ്റഗറി നമ്പറിൽ 11,311 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 11,311 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 033/2024 കാറ്റഗറി നമ്പർ വരുന്നത്. കേരള വാട്ടർ അതോറിറ്റിയാണ്. അതും ഈ ഒരു സെപ്റ്റംബർ 23-ാം തീയതി നടത്താൻ വെച്ചിരുന്ന എക്സാമാണ്. അത് മാറ്റിയിട്ട് 30/10/2025 ആക്കിയിരിക്കുന്നു. ഓക്കെ, ഒക്ടോബർ 30-ാം തീയതിയാണ് ആ ഒരു എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 238/2024 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതും അതിൻ്റെ എക്സാം ഡേറ്റും ഒക്ടോബർ 30-ാം തീയതിയാണ്. ഓക്കെ, ഈ രണ്ട് എക്സാം അതായത് വാട്ടർ അതോറിറ്റിയുടേതും ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെതും രണ്ടും ഒറ്റ ദിവസമാണ് എക്സാം. ഒക്ടോബർ 30-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വരുന്നത്. അവിടെയും നമുക്ക് ഇതുവരെയും കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ അവർക്ക് 11/8 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് അലൗ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനു മുൻപേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ വീണ്ടും കൺഫർമേഷൻ നൽകേണ്ടതില്ലെന്ന് PSC ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് 28,411 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 28,413 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 24,866 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ സിലബസിൻ്റെ വീഡിയോ PSC പുതിയ സിലബസ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് ആദ്യം ഇറക്കിയ സിലബസിൽ മെക്കാനിക്കൽ പോർഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സിലബസ് PSC റിവൈസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ആ സിലബസ് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് ഈ ഒരു അപ്ലൈ ചെയ്തവരുടെ എണ്ണം പറയുന്നത് നിങ്ങളൊന്ന് ബോധേഡായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ഒരു കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് കാത്തിരിക്കുന്ന എക്സാമാണ്. അതുപോലെ കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ്. സോ അതനുസരിച്ച് ഇത്രയും കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കൗണ്ട് കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ ഈ ഒരു 11/8 അതായത് ഓഗസ്റ്റ് 11-ന് മുന്നേ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമുകൾക്ക് ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമുകൾക്ക് നിമി ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. ഓക്കെ, സോ നമുക്ക് നിമി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിവിടെ 59 രൂപയ്ക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോയിൻ എന്ന ബട്ടൺ കിടപ്പുണ്ട്. ആ ജോയിൻ എന്ന ബട്ടണിൽ
59 രൂപ നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിമി ടെസ്റ്റിലുള്ള നിമി ക്വസ്റ്റ്യൻസ്, നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിമിയിലുള്ള പോയിൻറ്സും ആ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തുള്ള പോയിൻറ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. സോ നിങ്ങൾക്കത് 59 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ നിമി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് കാണണമെങ്കിൽ, അതായത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൽ പോയിന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് 2-3 ക്ലാസ് ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതെന്നും ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ യൂട്യൂബിൽ ആ ജോയിൻ എന്ന ബട്ടൺ കൊടുത്ത് 59 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം 59 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.